വയനാട്ടിലേക്കൊരു യാത്ര, അതും അക്ഷയ കുടുംബങ്ങളുടെ കൂടെ. ഞങ്ങൾ ഏകദേശം 9:30 എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കാക്കനാട് നിന്ന് 4:30 തന്നെ വയനാട്ടിലെത്തി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മുത്തങ്ങയിലേക്കാണ്. മുത്തങ്ങയിൽ പോണ വഴിക്ക് നല്ല കോടയായിരുന്നു, നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു. 4:45 നമ്മൾ മുത്തങ്ങയിലെത്തി. നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. 6 മണിക്ക് തന്നെ ഏകദേശം നല്ല തിരക്കായി. ജനങ്ങൾ മൊത്തം എത്തി മുത്തങ്ങയിൽ ട്രക്കിങ്ങിന് വേണ്ടി. ക്ലൈമറ്റ് സൂപ്പറായിരുന്നു. അടുത്ത് തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കാട്ടിൻ്റെ അകത്തേക്ക്. ഞങ്ങൾ 3 പേരും കൂടി, വിനോദേട്ടനും ജിൻസിനും കൂടി അവിടെ ഒന്ന് കുളിച്ചേക്കാനില്ലാന്ന് ആലോചിച്ച് അങ്ങോട്ട് പോയി. കുളിയൊക്കെ പാസ്സാക്കി ഫ്രഷ് ചെയ്ത് ട്രക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യലാന്ന് വെച്ച് അവിടെ ബസ്സാണ് വന്നത്. ആ ബസ്സിൽ ഒരു 24ഓളം ആൾക്കാർക്ക് നമുക്ക് കയറാൻ പറ്റും. ഒരാൾക്ക് 300 രൂപ വെച്ച്. പാസ് എടുക്കണം. ടിക്കറ്റ് ചാക്കോച്ചൻ ആദ്യമേ തന്നെ ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ റെഡിയാക്കി. ഇനി ബസ്സിലേക്ക് നല്ല യാത്ര. നല്ല ത്രില്ഡാണ്. ആനയെ കാണാൻ, കടുവ, പുലി, അങ്ങനെ വ്യത്യസ്തമായ മൃഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ആ ചേട്ടൻ, നമ്മുടെ ഡ്രൈവറെ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് ആനയെ കാണാൻ പറ്റി. കാട്ടിലത് വെള്ളം കുടിക്കാൻ വന്നേക്കുന്നത്. അവിടുത്തെ ഒരു അരുവിയുണ്ട്, ആ അരുവിയിൽ വെള്ളം കുടിക്കാൻ വന്നേക്കുന്നത്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ബസ്സിൻ്റെ പുറത്തിറക്കാൻ പറ്റില്ല. ബസ്സിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് മാൻ, അതേപോലെ തന്നെ മയിൽ. മാനങ്ങ് ദൂരെയായിരുന്നു. നമുക്ക് മയിലിനെ കാണാൻ പറ്റും. 2 പേരും ഉണ്ട്, മയിലും മാനും അടുത്തടുത്തുണ്ട്. ബസ്സിൻ്റെ ഒച്ച കേട്ട ശേഷമാണ് മാനൊന്ന് അകത്തേക്ക് പോയത്, കാട്ടിൻ്റെ അകത്തേക്ക്. കാട്ടിൻ്റെ അകത്തേക്കൂടെ ഒരു വ്യത്യസ്തമായ യാത്രയായിരുന്നു. കാരണം യൂക്കാലിപ്സിൻ്റെ ഒരു പ്ലാന്റേഷൻ ഉണ്ട് അതിനകത്ത്. നല്ല തണുപ്പും നല്ല ഓക്സിജനും. സിറ്റിയിൽ നിന്നും ദൂരെ ഒരു കാട്ടിൻ്റെ അകത്ത് ഇത് വ്യത്യസ്തമായ അനുഭവമാണ്. പിന്നീട് ഇവിടെ ഒരു മാൻ കൂട്ടമാണ് കാണാൻ പറ്റും. രാവിലെ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വന്നേക്കുന്നത്, പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിരാവിലെ തന്നെയാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഡ്രൈവറും അതേപോലെ ഫോറസ്റ്റ് ഗാർഡും പറഞ്ഞ് ഒച്ചെടുക്കരുത്, ഒച്ചയെടുത്ത് ഇവർ ഓടിക്കളയും, ഒച്ചെടുക്കാണ്ടിരിക്കാം. പിന്നീട് പുലി വരുമോ കടുവ വരുമോ എന്താണെന്നും നോക്കിക്കൊണ്ട് എല്ലാവരും ഇരിക്കും. ഇതാണ് മുത്തങ്ങയുടെ ആദിവാസികൾ സമരം ചെയ്ത സ്ഥലം. യാത്ര തുടങ്ങി. മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങ് ദൂരെ ഒരു ആനക്കൂട്ടമാണ്. ആനക്കൂട്ടം അവിടെ കാട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒച്ചയെടുക്കരുതെന്ന് പറഞ്ഞു പ്രത്യേകിച്ച്. കാരണം ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവർ നമ്മൾ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരകത്തേക്ക് പോകും, കാട്ടിലേക്ക് പോകും. ദൂരെ നിന്നൊരു കാഴ്ച.
അതിൻ്റെ അകത്ത് തന്നെ ഒരു മ്യൂസിയമുണ്ട്. കാട്ടിൻ്റെ മക്കളെക്കുറിച്ചും നല്ലൊരു മ്യൂസിയം. ഇതൊക്കെ ഒറിജിനൽ പുലിയുടെ തോലാണ്. അത് വെച്ച് സ്റ്റഫ് ചെയ്താണ്, പുലി കരടി സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മുടെ വയനാട്ടിലത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആ കാട്ടിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം അത് നമുക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ പറ്റും. വെൽ മെയിൻറ്റൈൻഡ് ഒരു മ്യൂസിയം പറഞ്ഞിട്ടത്. ഇവിടെ നമുക്ക് വിദേശികളും സ്വദേശികളും എല്ലാവരും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കപാലി റിവർ. ഇപ്പോഴത്തെ കേരളവും 100 മീറ്ററിൻ്റെ അപ്പുറം കർണാടക. വഞ്ചിയിലേക്ക് കയറാനുള്ള തിരക്കിലാണ് ഞങ്ങൾ. വഞ്ചിയിൽ കയറി ഒന്ന് സ്പീഡ് കൂട്ടാനാണ് മേടിച്ചു. അങ്ങനെ വഞ്ചിക്കാരന് സഹായം. വിനോദേട്ടനൊരു ഒന്ന് സഹായിച്ചാലാന്ന് ആലോചിച്ച് ഞാൻ വിനോദേട്ടനും സഹായിക്കാൻ തുടങ്ങി. പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏക നദിയാണ് ഈ നദി. നല്ലൊരു രസമായിരുന്നു. കാരണം വട്ടത്തിലുള്ള ബോട്ടുകളും എല്ലാം ഉണ്ട്. ജിൻസിനും ആഗ്രഹം ഉണ്ടായിരുന്നു. ജിൻസിനും തുഴഞ്ഞ് OTP വന്നുകൊണ്ടിരിക്കണേ. OTP പറഞ്ഞു കൊടുത്താലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ അക്ഷയ സെൻ്ററിൽ. എന്നാൽ ജിൻസിന് ഒരു കൈ നോക്കി. ഇതിപ്പോൾ ഞങ്ങൾ കർണാടകയിലെത്തി. ഇഷ്ടംപോലെ ആൾക്കാരാണ്. കാരണം ഇവിടെ കുറേ സാധനങ്ങൾ ടാക്സിന് എന്തോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർ ഇപ്പുറത്ത് വന്ന സാധനങ്ങൾ മേടിച്ച് അപ്പുറത്തേക്ക് പോകും. വീണ്ടും ഞങ്ങൾ ജിൻസി മേഡത്തിൻ്റെ പെരതാമസം കഴിഞ്ഞ് നേരെ എറണാകുളത്തേക്ക് മടങ്ങി. ചുരം ഇറങ്ങാൻ തുടങ്ങി. നല്ല തിരക്കായിരുന്നു. കാരണം അന്ന് 31-ാം തീയതി ആയിരുന്നു. 31-ാം തീയതിയിലേക്ക് വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടി ജനങ്ങൾ വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചുരം കയറിയപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റില്ല. ഇറങ്ങിയത് വൈകുന്നേരമായിരുന്നു. നല്ല ഒരു അനുഭവമായിരുന്നു.